CH മുഹമ്മദ് കോയ സാഹിബ് മരണം പ്രാപിച്ചപ്പോൾ ഇവർ നാടാകെ പ്രസംഗിച്ചിരുന്ന AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം പ്രസംഗിച്ചെന്താണ്? മയ്യത്ത് നമസ്കരിക്കാൻ കുറെ ആളുണ്ടായതുകൊണ്ട് ആരും ആഖിറത്തിൽ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. നോക്കണം, CH ഇയാൾ പറഞ്ഞില്ല. ഇയാൾ അങ്ങനെയാണ് സ്വഭാവം. കാര്യം നേരായ വണ്ണം കണ്ട് പറയില്ല. തേങ്ങ എന്ന് പറയേണ്ട സ്ഥാനത്ത് അദ്ദേഹം പറയും അകത്ത് കഴമ്പുള്ള, അതിന് പുറത്ത് ചേട്ടയുള്ള, പിന്നെ ചകിരിയുള്ള ഒരു സാധനം എന്ന് പറയും. അല്ല ഉസ്താദേ, നിങ്ങൾ തേങ്ങയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാൻ തേങ്ങയെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അയാളുടെ സ്വഭാവം. മയ്യത്ത് നമസ്കരിക്കാൻ കുറെ ആളുണ്ടായതുകൊണ്ട് ആഖിറത്തിൽ ആരും രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല എന്ന് CH മരിച്ചോർന്ന് ഇയാൾ പറയാൻ കാരണം കോഴിക്കോട് മനോഞ്ചര മൈതാനിയിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ട്രിപ്പായി ഈ സമുദായത്തിന്റെ നവോത്ഥാനത്തിന്റെ വെള്ളി നക്ഷത്രം മഹാനായ അട്ടോളി ആലി മുസ്ലിയാരുടെ മകൻ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന മഹാനായ നേതാവിന് മയ്യിത്ത് നിസ്കരിച്ചതാ. 20-ാം നൂറ്റാണ്ടിൽ വെച്ചിട്ട് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട പണി നൂറ്റാണ്ട് 14 പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമക്ക് സലാം കൊടുക്കല. അപ്പോഴാണ് തലയെ കെട്ടിയിട്ട് നീളം കുപ്പായം ഇട്ടിട്ട് AP അബൂബക്കർ മുസ്ലിയാരും കുഞ്ഞാടുകളും വന്ന് പ്രസംഗിക്കുന്നു, മുസ്ലിമേ നിനക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫാക്ക് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമക്ക് സലാം കൊടുക്കേണ്ട മുസ്ലിം ചോരയുള്ള മക്കൾ കാറൽ മാർക്സിനും ലെനിനും നമ്പൂതിരിപ്പാടിനും അഭിവാദ്യം ചെയ്യണമെന്നാണ്. ഇത് പറയുന്നവന്റെ കോലം പണ്ഡിതന്റെ കോലമാണെന്ന് കരുതി അത്തരം ആളുകളെ അംഗീകരിക്കാൻ ഈ സമുദായത്തിലെ ചോരത്തിളപ്പുള്ള മക്കൾ തയ്യാറല്ല എന്നത്തരം വികരണക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ലിമിനെ കമ്മ്യൂണിസ്റ്റ് ആകാം, അതാണ് ഇപ്പോഴും അയാൾ വഴന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളെ പറ്റി 1000 ആണ്ട് പ്രസംഗിച്ചാലും മക്കളെ ഒന്നും സംഭവിക്കില്ല. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അനുഗ്രഹം ആ വ്യക്തിയെ തേടിയെത്തും. അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കുന്നവർക്ക്, എഴുതുന്നവർക്ക്, ലേഖനം എഴുതുന്നവർക്ക്, പ്രസംഗം ചെയ്യുന്നവർക്ക്, ചുവരെഴുതുന്നവർക്ക് ഒരു നോട്ടീസ് പോലും നിങ്ങൾ അച്ചടിച്ചിറക്കിക്കോ. കാരണം ഇതൊരു മുഫ്സിദിന്റെ കഥയാണ്. ഈ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വന്ന മുഫ്സിദ് എന്നിട്ട് മുസ്ലിം ലീഗിന്റെ മേലേക്കിട്ട് രക്ഷപ്പെടാൻ നോക്കാൻ ലീഗ് വിരുദ്ധ പക്ഷാചരണം നടത്തി. ശത്രുവിന്റെ കാര്യത്തിൽ എന്ത് സമീപനമാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടതെന്നാണ് തായിഫിന്റെ അനുഭവത്തിൽ. ഇവിടെ വല്ലവനും പ്രസംഗിക്കാൻ വരുന്നുവെങ്കിൽ അവനെ ഞാൻ വെല്ലുവിളിക്കുന്നു. നട്ടല് കൂടെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളതിന് പ്രശ്നമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നിന്നെക്കൊണ്ട് കഴിയുമോ? പാണക്കാട് തങ്ങളുടെ വീട്ടിലുള്ള TV, സമദാനിയുടെ കല്യാണം, ഇതൊക്കെയാണ് നിന്റെ പ്രസംഗം. സമദാനി വിവാഹം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളാരും ആണുങ്ങളെ കല്യാണം കഴിക്കാറില്ല എന്ന് AP യുടെ കൂട്ടർ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. മുസ്ലിം ലീഗിനെ തീർക്കാനുള്ള ആരോപണത്തിന്റെ സ്വഭാവമാണ്. മുസ്ലിം ലീഗിനെ തകർക്കണമെങ്കിൽ ന്യായം പറയണം, ആദർശം അവതരിപ്പിക്കണം. അത് അവതരിപ്പിക്കാൻ കഴിയുമോ? അതൊന്നും പറയാനില്ല. അവസാനം കുറെ ഈ സംഘടനയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അതിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരുതരം രംഗപ്രവേശമാണ്. പാണക്കാട് തങ്ങളെ വീട്ടിൽ അങ്ങനെ, പാണക്കാട് തങ്ങൾ അങ്ങനെയാണ്